160 കോടി മുതൽ 350 കോടി വരെ കണക്കാക്കാവുന്ന മലയാള സിനിമയിൽ ഇതുവരെ സംഭവിക്കാത്ത ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് ദൃശ്യം ഫ്രാഞ്ചൈസിക്ക് മേൽ പനോരമ സ്റ്റുഡിയോസ് നടത്തിയിരിക്കുന്നത് എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ കേരളത്തിന് പുറത്തെ മാർക്കറ്റ് വളരെ വലുതാണ്. ദൃശ്യം ആദ്യ ഭാഗത്തിനും പിന്നാലെ OTT റിലീസായി വന്ന രണ്ടാം ഭാഗത്തിനും റീമേക്ക് പതിപ്പുകൾക്കും മറ്റ് സംസ്ഥാനങ്ങൾ കിട്ടിയ സ്വീകാര്യത നമ്മൾ കണ്ടതാണ്. ഇത് മുതലെടുക്കുകയാണ് സത്യത്തിൽ പനോരമ സ്റ്റുഡിയോസ് ചെയ്തിരിക്കുന്നത്. നിർമ്മാതാവിന് പ്രീ റിലീസ് ഘട്ടത്തിൽ തന്നെ കിട്ടുന്ന ലാഭക്കണക്കുകൾക്കപ്പുറം എന്തൊക്കെയായിരിക്കും ദൃശ്യം ഫ്രാഞ്ചൈസിക്ക് മേൽ പനോരമ പണം കൊടുത്തു വാങ്ങുന്ന അധികാരങ്ങൾ? ഇത് എങ്ങനെയായിരിക്കും നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂരിനെയും ആശീർവാദ് സിനിമാസിനെയും ബാധിക്കുക? ദൃശ്യം 3യെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ റിലീസുകളിൽ ഒന്നാക്കി മാറ്റാനാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നതായിരുന്നു ചിത്രത്തിന്റെ ഗ്ലോബൽ റൈറ്റ്സ് കൈവശപ്പെടുത്തിയതിനു ശേഷം പനോരമ സ്റ്റുഡിയോസിന്റെ ചെയർമാൻ കുമാർ മംഗത് പതക് പറഞ്ഞത്. അതായത് കരാർ ഒപ്പുവെച്ചത് മുതൽ ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ എക്സ്ക്ലൂസീവ് വേൾഡ് വൈഡ് തിയേറ്ററിക്കൽ റൈറ്റ്സ് പനോരമയുടെ കയ്യിലാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളുമായുള്ള സിനിമയുടെ തിയേറ്റർ വിതരണവും പ്രദർശനവും സംബന്ധിച്ച പൂർണ്ണ അവകാശം. ഇതുകൂടാതെ ഡിജിറ്റൽ സ്ട്രീമിംഗ് അവകാശങ്ങളും സിനിമയുടെ OTT അഥവാ ഓൺലൈൻ റിലീസ് എപ്പോൾ, എവിടെ, എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരവും അവർക്കാണ്. മറ്റൊന്ന് എയർബോൺ റൈറ്റ്സ് ആണ്. വിമാനങ്ങളിലെ ഇൻഫ്ലൈറ്റ് എന്റർടൈൻമെന്റ് സംവിധാനങ്ങളിൽ സിനിമ പ്രദർശിപ്പിക്കാനുള്ള പ്രത്യേക അവകാശം അതും പനോരമയ്ക്കാണ്. ഇനിയുള്ളത് റീമേക്കുകൾക്കുള്ള അധികാര പരിധിയാണ്. ദൃശ്യം 3 മാത്രമല്ല, ദൃശ്യം 1-ാം ഭാഗവും ദൃശ്യം 2-ാം ഭാഗവും ഇംഗ്ലീഷ്, കൊറിയൻ, ജാപ്പനീസ് തുടങ്ങിയ ഇന്ത്യൻ ഭാഷകൾക്ക് പുറത്തുള്ള ഭാഷകളിൽ റീമേക്ക് ചെയ്യാനുള്ള അവകാശവും പനോരമ സ്റ്റുഡിയോസ് കൈവശപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ ഭാഷകൾ ഒഴികെയാണ് ഈ അധികാരം നിലനിൽക്കുന്നത്. അടുത്തത് സിനിമയുടെ റിലീസ് പ്ലാനുകളിൽ പൂർണ്ണ നിയന്ത്രണം എന്നതാണ്. മലയാള പതിപ്പ് ആദ്യം റിലീസ് ചെയ്യണോ, ഹിന്ദി പതിപ്പ് ആദ്യം ചെയ്യണോ, അതോ പിന്നാലെ വരണോ തുടങ്ങിയ റിലീസ് തന്ത്രങ്ങൾ തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരവും കരാറിനു ശേഷം പനോരമയുടെ പരിധിയിലാണ്. ഈ പറഞ്ഞ റൈറ്റ്സ് ഒക്കെ ഏകദേശം 160 കോടി മുതൽ 350 കോടി വരെയുള്ള നിക്ഷേപത്തിന്മേലാണ് സ്വന്തമാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിലെ 160 കോടി രൂപ എന്നത് തിയേറ്റർ പ്ലസ് ഡിജിറ്റൽ അവകാശങ്ങളുടെ സ്ഥിരീകരിച്ചിട്ടുള്ള ഡീൽ തുകയാണ്. 350 കോടി വരെ എന്നത് മുഴുവൻ ദൃശ്യം ബ്രാൻഡിന് മേൽ ആകെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുക എന്ന നിലയ്ക്കാണ് പറയപ്പെടുന്നത്. ഈ കണക്കിൽ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരാത്തത് കൊണ്ട് തന്നെ ഇതിൽ വ്യത്യാസമുണ്ടായേക്കാം. ഡീൽ പുറത്തു വന്ന ശേഷം 2026 ഏപ്രിൽ വെച്ച മുൻ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഡിജിറ്റൽ അവകാശങ്ങൾ തങ്ങൾക്കാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആമസോൺ പ്രൈം വീഡിയോ രംഗത്തെത്തിയിരുന്നു. ഒപ്പം ദൃശ്യത്തിന്റെ ഓണർഷിപ്പ് എന്തിന് ഇത്ര വലിയ തുകയ്ക്ക് വിറ്റു, നിർമ്മാതാക്കൾക്ക് ഇനി എന്താണ് ഇതിൽ റോള് എന്നുള്ള ചോദ്യങ്ങളും ഉയർന്നു വന്നിരുന്നു. യഥാർത്ഥത്തിൽ അവകാശങ്ങൾ പനോരമയ്ക്കായിരുന്നാലും കേരളത്തിലെ വിതരണ ചുമതല ആന്റണി പെരുമ്പാവൂരിന്റെ നേതൃത്വത്തിലുള്ള ആശീർവാദ് സിനിമാസിന്റെ പരിധിയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷെ സിനിമ എപ്പോൾ റിലീസ് ചെയ്യണം, ഏതു ഭാഷ ആദ്യം വരണം, എത്ര സ്ക്രീനുകളിൽ ഇറക്കണം തുടങ്ങിയ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ നിർമ്മാതാക്കൾക്ക് നേരിട്ടുള്ള നിയന്ത്രണം ഇനി ഒരു പരിധിവരെ സാധ്യമായിരിക്കില്ല. സിനിമ OTTയിൽ എപ്പോൾ എത്തണം, ഏത് പ്ലാറ്റ്ഫോമിൽ വരണം, എത്ര ദിവസത്തിന് ശേഷം റിലീസ് ചെയ്യണം എന്നിവയും നിർമ്മാതാക്കൾക്ക് തീരുമാനിക്കാനാവില്ല. മറ്റൊരു പ്രധാന നഷ്ടം മുഴുവൻ അവകാശങ്ങളും മുൻകൂട്ടി വിറ്റുപോയതിനാൽ സിനിമ വലിയ ഹിറ്റായാലും പിന്നീടുണ്ടാകുന്ന അധിക ലാഭത്തിൽ നിർമ്മാതാക്കൾക്ക് പങ്ക് കുറയുകയോ ചിലപ്പോൾ ഒട്ടും തന്നെ കിട്ടാതെ പോവുകയോ ചെയ്തേക്കാം. സ്പിൻ ഓഫ്, വെബ് സീരീസ്, വിദേശ റീമേക്ക്, മെർച്ചൻഡൈസ് തുടങ്ങിയ കാര്യങ്ങളിൽ നിർമ്മാതാക്കളുടെ അഭിപ്രായത്തിന് പ്രാധാന്യം കുറയും. അത് ചിലപ്പോൾ ഇനി ഒരു ഭാഗം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ എക്സ്റ്റേണൽ പാർട്ടിയുടെ അനുവാദം കൂടി വാങ്ങിക്കേണ്ടി വരുമെന്ന അവസ്ഥയിലും കൊണ്ടു നിർത്തിയേക്കാം. കൂടാതെ ഇംഗ്ലീഷ്, കൊറിയൻ, ജാപ്പനീസ് തുടങ്ങിയ ഭാഷകളിൽ റീമേക്ക് വന്നാലും അതിൻ്റെ കാസ്റ്റിംഗ്, കഥാമാറ്റങ്ങൾ, അവതരണം എന്നിവയിൽ ഈ ഒറിജിനൽ നിർമ്മാതാക്കൾക്ക് ഇടപെടാൻ പറ്റിയെന്ന് വരില്ല. റിലീസ് രീതികൾ, പ്രമോഷൻ, എഡിറ്റിംഗ്, ഭാഷാ പതിപ്പുകൾ എന്നിവയിൽ പോലും പനോരമയ്ക്കും നിർമ്മാതാക്കൾക്കും തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഇനി മുൻപ് പറഞ്ഞ പഴയ കരാർ വെച്ചിട്ട് ആമസോൺ പ്രൈം അവകാശവാദം ഉന്നയിച്ചു വന്ന നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത്തരം തർക്കങ്ങൾ സിനിമയുടെ OTT റിലീസിനെ വൈകിക്കാനുള്ള സാധ്യതയുണ്ട്. റിലീസ് വൈകുക, OTT സംബന്ധിച്ച പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുക, ഭാഷാ വിവാദങ്ങൾ ഉണ്ടാവുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ അവകാശങ്ങൾ മറ്റൊരാളുടെ കൈവശമാണെങ്കിലും പൊതുജന വിമർശനം ആദ്യം നേരിടേണ്ടി വരുന്നത് നിർമ്മാതാക്കൾ തന്നെയായിരിക്കും. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാനുമാവില്ല. മാത്രമല്ല, കേരളത്തിലെ വിതരണം ആശീർവാദ് സിനിമാസ് കൈകാര്യം ചെയ്താലും പ്രധാന സാമ്പത്തിക ബിസിനസ് തീരുമാനങ്ങൾ പനോരമയുടെ കൈവശമായതിനാൽ നിർമ്മാതാക്കളുടെ സ്വാതന്ത്ര്യം ഇവിടെ കുറയും. സാറ്റലൈറ്റ് റൈറ്റ്സ്, ഓവർസീസ് റീ റിലീസ്, ആനിവേഴ്സറി സ്ക്രീനിങ്സ് പോലുള്ള ദീർഘകാല വരുമാന മാർഗങ്ങളിൽ നിന്നുള്ള ഭാവി വരുമാനവും നിർമ്മാതാക്കൾക്ക് ലഭിക്കാതെ പോയേക്കാം. എല്ലാ പ്രധാനപ്പെട്ട അവകാശങ്ങളും കൈമാറിയതിനാൽ പിന്നീട് സിനിമയുമായി ബന്ധപ്പെട്ട ഏതൊരു വലിയ തീരുമാനത്തിലും നിർമ്മാതാക്കൾക്ക് പനോരമയുടെ അനുമതി കൂടി തേടേണ്ടി വരും.